വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നന്നായിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഇലച്ചെടികളുടെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ലീഫ് പ്ലാന്റ്സ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ്. പക്ഷെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു, ഇലച്ചെടികൾ എന്താ ഇടാത്ത, ഇലച്ചെടികളുടെ വിശേഷം പറ, എൻ്റെ ഇലച്ചെടികൾ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി 1-2 ദിവസത്തേക്ക് ഇലച്ചെടികളുടെ വിശേഷങ്ങൾ പറയാമെന്ന്. ഒരു 5-6 ദിവസം കാണിക്കേണ്ട ഇലച്ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്നായിട്ട് ഒരുമിച്ച് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇലച്ചെടികൾ വെച്ചിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാം കേട്ടോ. ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഒരു ഗാർഡനിങ് ചാനലാണ്. പ്ലാന്റ്സ് കെയർ, ഉണ്ടാക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ, കമ്പോസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയാറുണ്ട്. നാച്ചുറായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നല്ലൊരു ഗാർഡനിങ്ങും പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ പ്ലാന്റ്സിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ വരും, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ സീ പ്ലാന്റ്സ് കാണിച്ചു തരാം. സെറ്റ്സ് ആൻഡ് പ്ലാന്റ് എന്നും ആളുകൾ പറയാറുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ട് നമ്മുടെ ബാമ്പു ഒക്കെ പോലെയാണ് വരുന്നത്. പക്ഷേ ലീവ്സ് വരുന്നത് നല്ല ഷൈനിങ് ലീഫായിട്ട്, നല്ല ഒരു ഭംഗിയുള്ള ഒരു അട്രാക്ഷനായിട്ടുള്ള ലീഫായിട്ടാണ് വരുന്നത്. ഇൻഡോറായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്. പോട്ടിന് 500 രൂപയൊക്കെ വെച്ചിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ അത്രയും വില കൊടുത്ത് തന്നെ വാങ്ങാൻ എല്ലാവരും തയ്യാറാണ്. ഏറ്റവും കുറഞ്ഞത് 200 രൂപയൊക്കെയാണ് ഇതിൻ്റെ ചെറിയൊരു പോട്ടിന് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് സീ പ്ലാന്റ്. സെറ്റ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒരു ബ്ലാക്കും, അങ്ങനെ 3 ടൈപ്സിലാണ് പൊതുവേ ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇത് നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ്. മാത്രമല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല, ഒരു ചെറിയ വെളിച്ചത്തിലും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ചെറിയൊരു ലോ മെയിൻ്റനൻസ് ആണ്, ചെറിയൊരു കെയറിങ് മാത്രം മതി. ഈ ഒരു പ്ലാന്റ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഫെങ് ഷൂയി വിശ്വാസപ്രകാരം. ചൈനയിലെ ആൾക്കാർ അങ്ങനെ ഒരു വിശ്വാസത്തിൽ അവരുടെ വാസ്തുപ്രകാരം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ അറിയില്ല, ഈ പ്ലാന്റ് ഇപ്പോൾ എത്ര പൈസ കൊടുത്ത് ആളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും നല്ലൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ളൊരു ഷൈനിങ് ലീഫായിട്ടുള്ള അടിപൊളി ഒരു പ്ലാന്റാണ് സീ പ്ലാന്റ്. പിന്നെ എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫേവറേറ്റ് സീ പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അഗ്ലോനിമയും കലർത്തിയാണ്. അഗ്ലോനിമയുടെ കുറച്ച് വെറൈറ്റീസും എൻ്റെ കയ്യിലുണ്ട്. അഗ്ലോനിമയും ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള, ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും വേണ്ട, കുറഞ്ഞ വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമായിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്ലാന്റ്സ് ഇങ്ങനെ ഹെൽത്തി ആയിരിക്കാൻ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും നല്ല പോട്ടി മിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മൾ നടുമ്പോൾ എടുക്കുന്ന ആ പോട്ടി മിക്സിനാണ് ആ ലീവ്സിൻ്റെ ഭംഗിയോ ആ ഹെൽത്തി പ്ലാന്റ് ആയിരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മന്ത്ലി ഓരോ തവണ വെച്ച് വളം ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ നല്ലൊരു പോട്ടി മിക്സാണ് ഞാൻ എപ്പോഴും എടുക്കുക. എൻ്റെ പോട്ടി മിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിവിടെ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട്, ഞാനൊരു നാട്ടുമ്പുറത്തല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മണ്ണിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മുറ്റത്തുള്ള മണ്ണിങ് എടുക്കും, അതിലേക്ക് കുറച്ച് മണലിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഇടുന്നത്, നമുക്കിവിടെ തൊട്ടടുത്തൊക്കെ ചാണകം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് എല്ലായിടത്തും പശുവുണ്ട്, അതുകൊണ്ട് തന്നെ ചാണകപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമ്മളിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, കമ്പോസ്റ്റും കുറച്ച് ഇടാറുണ്ട്. പിന്നെ ഇതിൽ വേണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചകിരിച്ചോറ് ഇടും. അപ്പോൾ ഈ ചകിരിച്ചോറ് ഇടാതെയും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അഗ്ലോനിമക്കൊക്കെ 4-5 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം മതി. അതുകൊണ്ട് തന്നെ ഇതിൽ ചകിരിച്ചോറ് ഇട്ടോളം നിർബന്ധമില്ല. അഗ്ലോനിമയ്ക്കൊക്കെ, സീ പ്ലാന്റിനും അങ്ങനെ തന്നെയാണ്, ചകിരിച്ചോറ് ഇട്ടോളം നിർബന്ധമില്ല. ഫ്ലവറിങ് പ്ലാന്റ്സിനെല്ലാം ഞാൻ ചകിരിച്ചോറ് ഇടാറുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എടുക്കുന്നത് മണ്ണും മണലും പിന്നെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും പിന്നെ ഒരു സ്പെഷ്യൽ സംഭവം ഞാൻ ഇടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ വാഴപ്പഴത്തിൻ്റെ തൊലി അത് എപ്പോഴും ഞാൻ നന്നായി ഉണക്കി പൊടിച്ച് വയ്ക്കും. അതേപോലെ തന്നെ മുട്ടത്തോട്, ഇത് 2 കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ളത് ഞാൻ നല്ല രീതിയിൽ കഴുകി ഉണക്കി പൊടിച്ച് വയ്ക്കും. അത് നമ്മൾ ഈ പോട്ടി മിക്സിൽ ഇടാറുണ്ട്. അത് കഴിഞ്ഞ് പ്ലാന്റ് നട്ടിട്ട് ഏകദേശം ഒരു 2 മാസത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യാറില്ല. ആദ്യം ഷെയ്ഡിൽ വയ്ക്കും, പിന്നീട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ്, ഇപ്പോൾ സീ പ്ലാന്റിനും അഗ്ലോനിമയ്ക്കൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വയ്ക്കും. പിന്നെ എല്ലാ ദിവസവും 2-3
3 ദിവസം കൂടുമ്പോൾ ഒന്ന് സോയിൽ തൊട്ട് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെള്ളം കൊടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ നല്ല രീതിയിൽ പെസ്റ്റ് കൺട്രോൾ കൊടുക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു നീം ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചെടികൾക്ക് എന്തായാലും കീടങ്ങളുടെ ആക്രമണം ഉറപ്പാണ്. അപ്പം ഞാനതിൽ നീം ഓയിൽ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ 5 ml നീം ഓയിലിൽ ഒരു 10 തുള്ളി ഡിഷ് വാഷും 1 കപ്പ് വെള്ളവും മിക്സ് ചെയ്ത് അങ്ങ് തളിച്ചു കൊടുക്കും. സ്ഥിരമായിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ നീം ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ തളിച്ചു കൊടുത്തിട്ടാണ് പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മന്ത്ലി ഒരു ഫെർട്ടിലൈസർ, സ്ഥിരമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസർ എപ്പോഴും കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നമ്മൾ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് ഇട്ട് വയ്ക്കും, അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അവിടെ അടച്ചു വെച്ചേക്കും. പിറ്റേ ദിവസം നമ്മളിത് നന്നായിട്ട് കലക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് അങ്ങനെ എല്ലാ മാസവും 2 പ്രാവശ്യം വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ലീഫ് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന അടുത്ത ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ചാൽ ഇതും 2 ആഴ്ച കൂടുമ്പോൾ, എന്ന് വെച്ചാൽ ഒരു ഫെർട്ടിലൈസർ കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. എപ്സം സോൾട്ടാണ്. ലീഫ് നല്ല ഗ്രീനിഷ് ലീഫായിരിക്കാനും നല്ല ഹെൽത്തി ആയിരിക്കാനും നമ്മൾ കൊടുക്കുന്നത് എപ്സം സോൾട്ടാണ്. എപ്സം സോൾട്ടിന് ഒട്ടും വിലയില്ലാത്ത ഏറ്റവും നല്ല വളം എപ്സം സോൾട്ടാണ്. കാരണം 1 കിലോ എപ്സം സോൾട്ടിന് ആകെ 30 രൂപയേ ഉള്ളൂ. 1 സ്പൂൺ എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എല്ലുപൊടിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വില കുറവാണ് എപ്സം സോൾട്ടിന്. അതുമാത്രമല്ല നല്ല ഗ്രീനിഷ് ലീഫാവും. ലീഫ് പ്ലാന്റ്സിന് അത്രയും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഒരു 10 ദിവസം കൂടുമ്പോൾ എല്ലാ പ്ലാന്റ്സിനും എപ്സം സോൾട്ട് രാവിലെയോ വൈകുന്നേരമോ കേട്ടോ, ഒരിക്കലും ഉച്ചയ്ക്കോ വെയിലുള്ള സമയത്തോ നമ്മൾ ഒരു ഫെർട്ടിലൈസറും കൊടുക്കരുത്. അവർ വെയിലില്ലാത്ത സമയത്ത് കൊടുക്കുക. അത് മാത്രമല്ല ഒന്ന് നനയ്ക്കണേ, ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് വളവും കൊടുക്കലുണ്ടത്. പിന്നെ എപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസറാണ് പ്ലാന്റ്സിന് എപ്പോഴും നല്ലത്. ഇനി ഒരു വളവും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ ഇല്ലേ, നമ്മുടെ എന്തായാലും നിങ്ങൾ കുക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങളുടെ കിച്ചൺ വേസ്റ്റൊക്കെ കൂടി എടുത്തിട്ട് ഒരു വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് 3 ദിവസം അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഇതൊന്ന് അരിച്ചിട്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ചെടിക്ക് കൊടുത്താൽ മതി. അല്ലാതെ പ്ലാന്റ്സിനൊന്നും പുറത്തുനിന്ന് വലിയ വളത്തിനൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മുടെ പോട്ടി മിക്സ് നല്ലതായിരിക്കണം. ഞാൻ പറഞ്ഞ ആ ഒരു പോട്ടി മിക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ്സ് നിറയെ പുതിയ പുതിയ തൈകൾ വന്ന് ബുഷായിട്ട് ഇരിക്കാൻ നല്ല ഹെൽപ്പാണ്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സും നല്ല ബുഷിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ പ്ലാന്റ്സിനോട് നമുക്കൊരു ഇഷ്ടം വേണം കേട്ടോ, എന്നാൽ മാത്രമാണ് പ്ലാന്റ്സ് നന്നായിട്ട് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് എല്ലാം ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാന്റ്സ് അഗ്ലോനിമയും സീ പ്ലാന്റും ഒക്കെയാണ് ഈ പ്രിയപ്പെട്ട പ്ലാന്റ്സ്. പിന്നെ എനിക്ക് കലാത്തിയും ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് കുറേ ലീഫ് പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടല്ലോ കുറേ പ്ലാന്റ്സൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലാന്റ്സിൻ്റെ കെയർ ഒന്ന് പറഞ്ഞു തരണം, എന്താ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്, പെസ്റ്റ് കൺട്രോൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പ്ലാന്റ്സ് കാണിച്ച് പോയപ്പോൾ. അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ പ്ലാന്റ്സിന് പൊതുവേ കണ്ടുവരുന്ന കുറച്ച് ഇഷ്യൂസ് കൂടി പറയാം. അത് ലീവ്സിൻ്റെ അറ്റത്ത് ബ്രൗൺ കളറായി പോകാറുണ്ട്. അത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയിട്ടാണ് കേട്ടോ. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റിലേക്ക് എടുത്തു വയ്ക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ പ്ലാന്റ്സിൻ്റെ പോട്ടിൽ നിറയെ കളകൾ അങ്ങ് വരും. എന്നിട്ട് നമ്മുടെ വളം മുഴുവൻ ഈ കളകൾ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കളകൾ പറിച്ച് കളയുക. കളകൾ നമ്മൾ പറിച്ച് കളഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിരിക്കുകയും നല്ല ഭംഗിയായിരിക്കുകയും കാണുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ മഞ്ഞ ചുവപ്പ് കളർ ലീഫൊക്കെ വരാറുണ്ട്. അത് അധികം ഓവർ വാട്ടറിങ് കൊണ്ടോ ലോ വാട്ടറിങ് കൊണ്ടോ ആണ്. അപ്പോൾ സോയിലൊന്ന് തൊട്ട് നോക്കിയിട്ട് മണ്ണിന് വെള്ളത്തിന് ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്ത് ആ ലീഫ്സിൻ്റെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. പിന്നെ റൂട്ട് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓവർ വെള്ളം കൊടുത്തിട്ടാണ് കേട്ടോ. നിങ്ങളുടെ പ്ലാന്റ്സിന് റൂട്ട് റോട്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം വരികയാണ്. അത് ഒരുപാട് പേര് കമൻസ് അയച്ചു, അത് എൻ്റെ റൂട്ട് ചീഞ്ഞു പോകുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നല്ല ഹോളില്ലാത്ത ഒരു പോട്ടിലാണ് പ്ലാന്റ് നട്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോട്ട് നല്ല ഹോളാക്കി വെക്കണം. എന്നിട്ട് മാത്രം പ്ലാന്റ് നടുക, ഏത് പ്ലാന്റ് നടുകയാണെങ്കിലും. പിന്നെ കുറച്ച് ചകിരിച്ചോറ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളം എക്സസ് ഉള്ള വെള്ളം ഈ റൂട്ട് ചെയ്യുന്നതിന് അത് അങ്ങ് വലിച്ചെടുത്തോളൂ. അങ്ങനെ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലാന്റിൽ വെള്ളം പോകുന്നുണ്ടോയെന്നൊന്ന് ഷുവർ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വേര് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക പ്ലാന്റിനെ.
പിന്നെ നമ്മൾ മെയിനായിട്ടും ഞാൻ പ്ലാന്റ് നടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പ്ലാന്റ്സിനും ഓരോ പോലെയാണ് കേട്ടോ. ചിലത് കട്ടിങ്സ് നമുക്ക് പിടിപ്പിക്കുക, ചിലത് വേറെ അടക്കം പിടിപ്പിക്കും. ഇപ്പോൾ സീ പ്ലാന്റ് ഒക്കെ നമുക്ക് കട്ടിങ്സ് പിടിപ്പിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ അടക്കം പിടിപ്പിക്കുന്നതാണെന്ന്. പക്ഷേ ആ സ്ഥലത്ത് അഗ്ലോണിമ നമുക്ക് കട്ടിങ്സ് തന്നെ പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ വേഗം വേഗം വരാറുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെയും ഇതനുസരിച്ചാണ്. ബട്ടർഫ്ലൈ പ്ലാന്റ് എൻ്റെ പ്രിയപ്പെട്ട പ്ലാന്റാണ്. അതൊന്നും ഒരിക്കലും ആ കട്ടിങ്സോ തണ്ടൊന്നും പിടിക്കത്തില്ല. അതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങുണ്ട്. സീ പ്ലാന്റിനും അതേപോലെ തന്നെ ആ കിഴങ്ങുണ്ട്. ആ കിഴങ്ങ് നല്ല രീതിയിൽ പിടിച്ചാലാണ് വേഗം വേഗം പുതിയ ഷൂട്ട്സൊക്കെ വരാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പ്ലാന്റ്സിൻ്റെ ഒരു കാര്യം. ലോ ലൈറ്റ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായാലും പ്ലാന്റ്സ് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ലുക്ക് ഒരു ആസ്തറ്റിക് ലുക്കിലേക്ക് മാറും. നമ്മുടെ മൂഡ് ചേഞ്ച് ആവും. നല്ല ഹാപ്പി മൂഡായി ആവാനും നല്ല ഫ്രഷ് ഹെയർ ആവാനും ഒക്കെ പ്ലാന്റ്സിന് നല്ല കഴിവാണ്. ഗ്രീൻ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനൊരു കുളിർമയും മനസ്സിനൊരു സന്തോഷവും സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ പ്ലാന്റ്സിന് നമ്മുടെ മാനസിക ആരോഗ്യം നല്ല രീതിയിൽ ആക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പം കുറച്ച് ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ചെടികളൊക്കെ നടുക. നിങ്ങളുടെ വീട്ടിൽ നല്ല ശുദ്ധമായി നിറയട്ടെ, നിങ്ങൾക്ക് സമാധാനവും സന്തോഷമൊക്കെ നിറയട്ടെ. പിന്നെ ചില പ്ലാന്റ്സ് നമുക്ക് ലക്കി പ്ലാന്റ്സ് ആണ്, നല്ല ഐശ്വര്യം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പ്ലാന്റ്സാണ് അഗ്ലോണിമയും സീ പ്ലാന്റും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നടുക, നന്നായിട്ട് കെയർ ചെയ്യുക, അത്യാവശ്യം ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, കുറച്ച് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും. ലീഫ് പ്ലാന്റ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക് ലീഫ് പ്ലാന്റ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെടികളെയൊക്കെ ഒന്ന് സ്നേഹിക്കുക. നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് എന്തിനെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ അത് ചെടികൾക്കൊക്കെ അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്ലാന്റ്സിൻ്റെ വിശേഷമാണ് പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിരുന്നെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. എല്ലാവരും നല്ലതായിരിക്കട്ടെ, സമാധാനവും സന്തോഷമുള്ള ലൈഫ് ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.